ആക്സസിബിൾ ടെക് വേൾഡ് മലയാളം ഫോർ വിഷ്വലി ഇംപേർഡ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ 2 ഭാഗങ്ങളിലായി ഇൻട്രഡക്ഷൻ ടു സാംസങ് വൺ UI ഹോം എന്ന വീഡിയോ പരമ്പരയിൽ സാംസങ് ഫോണുകളുടെ ഡിഫോൾട്ട് ലോഞ്ചറായിട്ടുള്ള വൺ UI ഹോം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഭാഗങ്ങളിലായി ലേഔട്ട് ഓഫ് ഹോം സ്ക്രീൻ വിൻഡോ ആൻഡ് ആപ്പ് സ്ക്രീൻ വിൻഡോ പരിചയപ്പെട്ടു. എന്നാൽ ഇന്ന് വളരെ വേഗത്തിൽ നോക്കുന്നത് സാംസങ് വൺ UI ഹോമിൻ്റെ വളരെ മികച്ച ഒരു ഫീച്ചറായിട്ടുള്ള സെർച്ച് വിത്ത് ഫൈൻഡർ എന്ന ഫീച്ചറാണ്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സെർച്ച് വിത്ത് ഫൈൻഡർ എന്ന ഫീച്ചർ നമ്മൾ ഉപയോഗിക്കുന്നത് പൊതുവെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്സ് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് സെർച്ച് വിത്ത് ഫൈൻഡർ വിൻഡോ ആസ് എ വിഷ്വലി ഇംപേർഡ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. സെർച്ച് വിത്ത് ഫൈൻഡർ ലഭിക്കുന്നതിനായി ഞാൻ ആപ്പ് സ്ക്രീൻ ഓപ്പൺ ചെയ്യുന്നു. App screen, page 1 of 1. നിലവിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഹോം ആൻഡ് ആപ്പ് സ്ക്രീൻ ലേഔട്ടാണ്. തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു സാംസങ് വൺ UI ഹോം 2 ലേഔട്ടുകളാണ് നൽകുന്നത്. ഹോം ആൻഡ് ആപ്പ് സ്ക്രീൻ, ഹോം സ്ക്രീൻ ഓൺലി. നിലവിൽ നമ്മൾ പരിചയപ്പെടുന്നത് ആദ്യം പറഞ്ഞ ഹോം ആൻഡ് ആപ്പ് സ്ക്രീൻ ലേഔട്ടാണ്. ആപ്പ് സ്ക്രീനിൻ്റെ ലേഔട്ട് പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ സെർച്ച് ബാറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് സെർച്ച് വിത്ത് ഫൈൻഡർ എന്ന ഫീച്ചറിൻ്റെ ഭാഗമാണ്. നോക്കാം. സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിലായി Search. സ്റ്റാറ്റസ് ബാറിന് തൊട്ട് താഴെ കാണുന്ന ഹൊറിസോണ്ടൽ ബാറാണ് സെർച്ച്. ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്താൽ Showing English UK QWERTY keyboard. സെർച്ച് വിത്ത് ഫൈൻഡർ എന്ന വിൻഡോ ഓപ്പൺ ആകും. ഇനി ഈ വിൻഡോയുടെ ലേഔട്ട് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും മുകളിൽ നമ്മൾ എപ്പോഴും പറയുന്ന സ്റ്റാറ്റസ് ബാർ ലെഫ്റ്റ് ടു റൈറ്റ് കാണാം. തൊട്ട് താഴെ Search text box, editing. സെർച്ച് എഡിറ്റ് ഫീൽഡ് കാണാം. ഏകദേശം നമ്മുടെ സ്പേസ് ബാറിന്റെ കനത്തിലുള്ള ഒരു ഹൊറിസോണ്ടൽ എഡിറ്റ് ഫീൽഡാണ് സെർച്ച് എഡിറ്റ് ഫീൽഡ്. സെർച്ച് എഡിറ്റ് ബോക്സിന്റെ വലതുവശത്തായി Voice search button. ഒരു മൈക്കിന്റെ സിമ്പൽ കാണാം, അഥവാ വോയിസ് സെർച്ച് ബട്ടൺ. ഇത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് വിത്ത് ഫൈൻഡർ ഉപയോഗിക്കാനുള്ള ഓപ്ഷനാണ്. മൈക്ക് സിമ്പലിന് തൊട്ടു വലതുവശത്തായി 3 ഡോട്ട്സ് കാണാം, അഥവാ More options button. മോർ ഓപ്ഷൻസ് ബട്ടൺ. ഇത് സെർച്ച് വിത്ത് ഫൈൻഡർ വിൻഡോയുടെ മെനു ആണ്. ഇതേക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. തൊട്ടു താഴെ Predictions. പ്രെഡിക്ഷൻസ് എന്ന ഹെഡിങ് കാണാം, അഥവാ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഞാൻ ഈ ഡിവൈസിൽ ആക്സസ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് സജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കമ്പ്യൂട്ടറിൽ സ്റ്റാർട്ട് വിൻഡോ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസിങ് എന്ന വിഭാഗത്തിൽ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് പോലെ ഇവിടെയും മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആക്സസ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് സജസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് പ്രെഡിക്ഷൻ എന്ന ഹെഡിങ്ങിന് താഴെയാണ്. ഈ ഹെഡിങ് ലെഫ്റ്റ് ടു റൈറ്റ് കൊടുത്തിരിക്കുന്നു. തൊട്ട് താഴെ ഏകദേശം 5 ആപ്ലിക്കേഷൻസ് സജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ലെഫ്റ്റ് ടു റൈറ്റ് അവ അറേഞ്ച് ചെയ്തിരിക്കുന്നു. നമുക്ക് നോക്കാം. ഇടത്തുനിന്ന് വലത്തേക്ക് നോക്കുന്നു. My files. മൈ ഫയൽസ് ഫസ്റ്റ് ആപ്ലിക്കേഷനാണ്. Voice recorder. വോയിസ് റെക്കോർഡർ സെക്കൻഡ് വൺ. S secure. എസ് സെക്യൂർ തേർഡ് വൺ. Emo. IMO. YouTube Vanced. യൂട്യൂബ് വാൻസ്ഡ്. ഇങ്ങനെ 5 ആപ്ലിക്കേഷൻസ് ലെഫ്റ്റ് ടു റൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിനും താഴെ Show more button. ഷോ മോർ ബട്ടൺ കാണാം. ഇപ്പോൾ സജസ്റ്റ് ചെയ്ത ആപ്സ് കൂടാതെ മറ്റു കുറച്ച് സജഷൻസ് കൂടി കാണാൻ സാധിക്കും. നമുക്ക് ഈ ഷോ മോർ ബട്ടൺ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. Suggested apps results expanded. സജഷൻസ് ലിസ്റ്റ് എക്സ്പാൻഡ് ചെയ്തു. ഒരിക്കൽ കൂടി നോക്കാം. Predictions. പ്രഡിക്ഷൻ എന്ന ഹെഡിങ്ങിന് താഴെ My files. Voice recorder. S secure. Emo. YouTube Vanced. Minorama online news app. Cash reader. Amazon. Zoom. GPay. ഇവിടെ 2 rows and 5 columns ആയിട്ടാണ് ആപ്ലിക്കേഷൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യം 5 ആയിരുന്നു. ഷോ മോർ ബട്ടൺ കൊടുത്തതോടെ ആപ്ലിക്കേഷനുകളുടെ എണ്ണം 10 ആയി. അതിനു താഴെ Show fewer button. ഷോ ഫ്യൂർ ബട്ടൺ കാണാം ഇടതുവശത്ത്. Suggested settings. ഷോ ഫ്യൂർ ബട്ടന് താഴെ സജസ്റ്റഡ് സെറ്റിംഗ്സ് എന്നൊരു ഹെഡിങ് കാണാം. ഈ സജസ്റ്റഡ് സെറ്റിംഗ്സ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് നോക്കാം. Advanced features. അഡ്വാൻസ് ഫീച്ചേഴ്സ് നമ്മുടെ സെറ്റിംഗ്സിലെ ചില സജഷൻസ് ആണ്. Focus mode. ഫോക്കസ് മോഡ്, Privacy. പ്രൈവസി, Notifications. നോട്ടിഫിക്കേഷൻസ്, Security. സെക്യൂരിറ്റി, Eye comfort. ഐ കംഫർട്ട് ഷീൽഡ്. ഇത്രയും സെറ്റിംഗ്സ് ആണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴെ സ്ക്രീനിന്റെ സെൻട്രലിൽ നിന്ന് ഒരൽപ്പം താഴെയായി കീബോർഡ് കാണാം. സെർച്ച് ചെയ്യേണ്ട കീവേഡ്സ് ടൈപ്പ് ചെയ്യുന്നതിനായുള്ള കീബോർഡാണ്. നിലവിൽ ഞാൻ ഉപയോഗിക്കുന്നത് Gboard ആണ്.
ആ കീബോർഡ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനും താഴെ എപ്പോഴും നമ്മൾ കാണുന്ന ഓവർവ്യൂ ബട്ടൺ, ഹോം ബട്ടൺ, ബാക്ക് ബട്ടൺ, Reasons button, home button, back button. ഇങ്ങനെ 3 ബട്ടൺസും കാണാം. ഇതാണ് സെർച്ച് വിത്ത് ഫൈൻഡർ വിൻഡോയുടെ ലേഔട്ട്. ഞാൻ ഈ വിൻഡോ തൽക്കാലം ഒന്ന് ക്ലോസ് ചെയ്യുന്നു. Back button, back home screen, page 1 of 1, default page. നിലവിൽ ഞാൻ ഹോം സ്ക്രീനിലാണുള്ളത്. ആപ്പ് സ്ക്രീൻ നമുക്കൊന്ന് നോക്കാം. App screen, page 1 of 1, Amazon, calendar, camera, cash reader, clock, contacts, Flipkart, Galaxy Store, gallery, Gmail, Google, GPay, Emo, Minorama online news app, Maps, messages, MX Player Pro, My Files, phone, Play Store, S-Secure, settings, Telegram, voice recorder, WhatsApp, WOMIC, YouTube Vanced, Zoom. ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ ആപ്പ് സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ ഹിഡൻ ആണ്. ഇത്തരത്തിൽ ഹൈഡ് ചെയ്യപ്പെട്ട ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും സെർച്ച് വിത്ത് ഫൈൻഡർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. എങ്ങനെയെന്ന് നോക്കാം. ആപ്പ് സ്ക്രീൻ വിൻഡോയുടെ മുകളിലുള്ള സെർച്ച് ബാറിൽ ഞാൻ ഡബിൾ ടാപ്പ് ചെയ്യുന്നു. Search, showing English in keyboard. സെർച്ച് വിത്ത് ഫൈൻഡർ വിൻഡോ ഓപ്പണായി. നേരത്തെ നമ്മൾ ലേഔട്ട് പരിചയപ്പെട്ടതാണ്. താഴെയുള്ള കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് ചെയ്യാനുള്ള കീവേഡ് കൊടുക്കുകയാണ്. ഓട്ടോ TTS എന്ന ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് നോക്കാം. ഓട്ടോ TTS എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓട്ടോ TTS എന്ന സ്ക്രീനിൻ്റെ താഴെയുള്ള മിഡിൽ ഭാഗത്തിന് തൊട്ട് താഴെ കാണുന്ന QWERTY കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്തു. ഈ കീവേഡ് തൊട്ട് മുകളിലുള്ള സെർച്ച് എഡിറ്റ് ബോക്സിൽ കാണാവുന്നതാണ്. തൊട്ട് വലതുഭാഗത്തായി നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇപ്പോൾ കൊടുത്തിട്ടുള്ള കീവേഡ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാം. തൊട്ട് മുമ്പ് അവിടെ മൈക്ക് സിമ്പിൾ ആയിരുന്നു, അഥവാ വോയിസ് സെർച്ച് ബട്ടൺ ആയിരുന്നു. ഞാനിവിടെ സെർച്ച് കൊടുക്കുകയാണ്. റൈറ്റ് ബോട്ടം കോർണറിൽ കാണുന്ന സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇതോടുകൂടി കീബോർഡ് ക്ലോസ് ആയി. ഇനി ഈ വിൻഡോയുടെ ഒരവസ്ഥ നമുക്ക് നോക്കാം. തൊട്ട് മുകളിൽ സെർച്ച് എഡിറ്റ് ബോക്സിൽ കീവേഡ് ഉണ്ട്. നേരത്തെ കണ്ടതുപോലെ തൊട്ട് വലതു ഭാഗത്ത് ക്ലിയർ സെർച്ച് ഫീൽഡ് ബട്ടൺ, അതിന് തൊട്ടു താഴെ ഓട്ടോ TTS എന്ന കീവേഡുമായി ബന്ധപ്പെട്ട് ഒരു സെറ്റിംഗ്സ് അവൈലബിൾ ആണ് എന്ന് പറയുന്നു. ദെൻ സെർച്ച് ഇൻ ആപ്പ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. താഴെ അതേഴ്സ് ഹെഡർ ഓട്ടോ TTS എന്ന ആപ്ലിക്കേഷൻ സജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ശേഷം വിൻഡോസ് 10 സ്റ്റാർട്ട് വിൻഡോ കമ്പ്യൂട്ടറിൽ നമുക്ക് സി വെബ് റിസൾട്ട് പ്രിവ്യൂ എന്ന ഓപ്ഷൻ, അഥവാ നമ്മൾ ഏത് കീവേഡ് കൊടുത്താലും വെബ് പ്രിവ്യൂ കാണാനുള്ള സജഷൻ തരുന്നത് പോലെ ഇവിടെ സെർച്ച് വിത്ത് ഗൂഗിൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഈ ഒരു വിൻഡോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെർച്ച് ഇൻ സെറ്റിംഗ്സ് ബട്ടണും കാണാം. ഓട്ടോ TTSുമായി ബന്ധപ്പെട്ട സെറ്റിംഗ്സ് ആണ് കാണേണ്ടതെങ്കിൽ സെർച്ച് ഇൻ സെറ്റിംഗ്സ് കൊടുക്കാം. ഓട്ടോ TTS എന്ന കീവേഡുമായി ബന്ധപ്പെട്ട ആപ്സ് ആണ് കാണേണ്ടതെങ്കിൽ സെർച്ച് ഇൻ ആപ്പ് കൊടുക്കാം. മറ്റെന്തെങ്കിലുമാണ് കാണേണ്ടതെങ്കിൽ അതേഴ്സ് ഹെഡിങ്ങിൻ്റെ താഴെ കാണാവുന്നതാണ്. ഇതുപോലെ തന്നെ വോയിസ് സെർച്ച് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് സെർച്ച് വിത്ത് ഫൈൻഡർ ഫീച്ചർ ഉപയോഗിക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ആപ്പ് സ്ക്രീൻ വിൻഡോയുടെ മുകളിൽ കാണുന്ന സെർച്ച് ബാർ ക്ലിക്ക് ചെയ്ത് സെർച്ച് വിത്ത് ഫൈൻഡർ ഓപ്പൺ ചെയ്യുക. ശേഷം എഡിറ്റ് ഫീൽഡിന് തൊട്ട് വലതു ഭാഗത്തായി കാണുന്ന മൈക്ക് സിമ്പിൾ അഥവാ വോയിസ് സെർച്ച് ബട്ടണിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് അധികം വിശദീകരണം ആവശ്യമില്ല. ബീപ്പ് സൗണ്ട് കേട്ടാൽ ഉടൻ തന്നെ പറയാനുള്ള കീവേഡ് പറയുക. നോക്കാം. ഓട്ടോ TTS ഒരു കീവേഡ് പറഞ്ഞു. ഇത്തരത്തിൽ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുന്ന അഥവാ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന കീവേഡ് തൊട്ട് മുകളിൽ സെർച്ച് എഡിറ്റ് ഫീൽഡിൽ ടെക്സ്റ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. തുടർന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടതാണ്. മൈക്ക് സിമ്പിളിൻ്റെ സ്ഥാനത്ത് ക്ലിയർ സെർച്ച് ഫീൽഡ്, സെറ്റിംഗ്സ് 1, സെർച്ച് ഇൻ ആപ്പ്. ആപ്സ് ആണ് കാണേണ്ടതെങ്കിൽ സെർച്ച് ഇൻ ആപ്സ് കൊടുക്കുക. അതേഴ്സ് ആണ് കാണേണ്ടതെങ്കിൽ അതേഴ്സ് കൊടുക്കാം. സെറ്റിംഗ്സ് ആണ് കാണേണ്ടതെങ്കിൽ സെർച്ച് ഇൻ സെറ്റിംഗ്സ് ബട്ടണിൽ ഡബിൾ ടാപ്പ് ചെയ്യാം. സജഷൻ ആണ് വേണ്ടതെങ്കിൽ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യാം. ഓട്ടോ TTS എന്ന കീവേഡുമായി ബന്ധപ്പെട്ട് ഒരു ആപ്ലിക്കേഷനാണ് എൻ്റെ ഫോണിൽ നിലവിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. വെബ് റിസൾട്ട് കിട്ടും. തൊട്ട് താഴെ ഗൂഗിൾ, ഗാലക്സി സ്റ്റോർ തുടങ്ങി വിവിധ സോഴ്സസിൽ നിന്നുള്ള ഓട്ടോ എന്ന കീവേഡുമായി ബന്ധപ്പെട്ട റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ സെർച്ച് വിത്ത് ഫൈൻഡർ ഉപയോഗിച്ചുകൊണ്ട് വളരെ അനായാസം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുള്ള എന്നാൽ ഹോം സ്ക്രീൻ വിൻഡോയിലോ ആപ്പ് സ്ക്രീൻ വിൻഡോയിലോ
ആഡ് ചെയ്തിട്ടില്ലാത്ത, എപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് വളരെ പെട്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. സെർച്ച് വിത്ത് ഫൈൻഡർ എന്ന ഫീച്ചർ വോയിസ് സെർച്ച് ഉപയോഗിച്ചുകൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മൊബൈൽ ഡാറ്റ കമ്പൾസറി ആണ്. മൊബൈൽ ഡാറ്റ ഓൺ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത്. താങ്ക് യു. Hi there. Thanks for watching. If you liked the video, please press the like button, or if you don't like the video, don't mind, please press the dislike button. If you haven't subscribed our channel, please press the subscribe button. Also, please press the red color bell icon and click all to get the notification when I am uploading new videos. You are requested to comment your opinion in the comment box. And please share this video to your friends to get them also more knowledge about the computer. Thank you.